ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്നി. ഞാൻ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലൂടെ നിങ്ങൾക്ക് ഇന്ന് പുതിയൊരു ചിക്കൻ ഗ്രേവിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കിതിനെ കാഷ്യൂ ചിക്കൻ എന്ന് വിളിക്കാം കേട്ടോ. കാരണം ഞാൻ കാഷ്യൂ നട്ട്സ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഒത്തിരി പേർക്കൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയും ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ ഞാനിത് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള അളവുകൾ കൂട്ടിയിട്ടും കുറച്ചിട്ടും നിങ്ങൾക്ക് വേണമെന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി ഈ ഗ്രേവി തയ്യാറാക്കുന്നതിന് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതുപോലെ തന്നെ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഞാനിവിടെ 1/2 കിലോ കൂടുതലായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആയ മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, ഗരം മസാല, പെപ്പർ പൗഡർ, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് അടച്ചു വെച്ച് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഈ സമയത്ത് നമ്മളിവിടെ ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി അതിന് ശേഷം നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് ഇതുപോലെ തന്നെ നല്ലപോലെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ നല്ലപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കട്ട് ചെയ്തത്, പിന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു ലെമൺ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഗ്രേവി ഇതേ അളവിൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാർക്കോള് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുക. ഒരു 3 മിനിറ്റ് മാത്രം നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിലുള്ള ചാർക്കോൾ എടുത്ത് നീക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് കസൂരി മേത്തി നമ്മൾ കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറാണ് അത് ചേർത്ത് കൊടുത്താൽ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയി ചെറിയൊരു ക്യാപ്സിക്കം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. എനിക്ക് ക്യാപ്സിക്കം ഇഷ്ടമാണ്,
കഴിക്കാൻ. അതുകൊണ്ട് ഞാനിത് ചേർത്താൽ നല്ലത്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതോടുകൂടിയിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് കുറച്ചൊരു നെയ്യ്, ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചെയ്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.